പെട്ടെന്നവൾ കണ്ണുകൾ പിൻവലിച്ചു. അയ്യോ, ഏട്ടത്തിയുടെ കാതിലെ കമ്മലും കഴുത്തിൽ മാലയും ഒന്നുമില്ലല്ലോ. നന്ദുട്ടാ, പോയി വാങ്ങിയിട്ട് വാ. ആദി അനന്തനെ നോക്കി പറഞ്ഞു. വേണ്ട മോളെ, എൻ്റെയിലുണ്ട്. ബാഗ് തുറന്ന് അച്ഛൻ എടുത്തു വെച്ച ആഭരണങ്ങളിൽ നിന്ന് ചെറിയ കമ്മലും ഒരു ചെയിനും അവൾ അണിഞ്ഞു. ഇപ്പോഴാ എൻ്റെ ഏട്ടത്തി സുന്ദരിക്കുട്ടിയായത്. ഏട്ടാ, ഏട്ടത്തിയെ കൂട്ടി പുറത്തേക്ക് വാ, അമ്മ പറഞ്ഞു. അതിഥി പുറത്തേക്ക് പോയി. ഭദ്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനും അവളെ നോക്കി. എന്താടേ ഉണ്ടക്കണ്ണി നോക്കുന്നേ? സൗകര്യമുണ്ടായിട്ട്, അവൾ പറഞ്ഞു. എനിക്കിപ്പോൾ ഒരു ഡ്യുവറ്റ് പാടാനുള്ള സമയമില്ല. പൊന്നുമോള് വേറെ ആരെയും നോക്ക്. ശരിക്കും കാട്ടുമാക്കാൻ തന്നെയാ, അവൾ പിറുപിറുത്തു. എന്തേലും പറഞ്ഞോ നീയേ? അവൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. ആ ഫോണൊന്ന് തരുവാണേൽ ഉപകാരമായിരുന്നു, അവൾ പതിയെ പറഞ്ഞു. ആ, അതവിടെ ഇരിപ്പുണ്ട്, പറഞ്ഞിട്ടവൻ പുറത്തേക്ക് പോയി. അവൾ ടേബിളിലിരുന്ന ഫോണെടുത്ത് ഓപ്പൺ ചെയ്തു. ലോക്കൊന്നും ഇല്ലായിരുന്നു ഫോണിന്. അവൾ അച്ഛൻ്റെ നമ്പർ ഡയൽ ചെയ്തു. അവളുടെ അച്ഛൻ്റെ നമ്പർ അതിൽ സേവ് ആയിരുന്നു. ഒറ്റ ബെല്ലിൽ തന്നെ ജയകൃഷ്ണൻ ഫോൺ എടുത്തു. എന്താ മോനെ? അച്ഛാ, അവൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു. മോളെ, എന്ത് പറ്റിയടാ? അയാൾ വേവലാതിയോടെ ചോദിച്ചു. അച്ഛാ, അച്ഛൻ വീട്ടിലാണോ അതോ? പകുതിക്ക് വെച്ചവൾ നിർത്തി. ഞാൻ മാധവനെ കാണാൻ പോകുക മോളെ. അവനെയും കാണണം എനിക്ക്. അയാളുടെ വാക്കുകളിൽ നിന്നവൾക്ക് മനസ്സിലായി അച്ഛൻ്റെ സ്വരത്തിൽ ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു എന്ന്. അച്ഛാ, അച്ഛൻ വഴക്കിനൊന്നും പോവണ്ട. മാധവൻ അങ്കിളിനോട് പറഞ്ഞാൽ മതി. മോളെ, മോൾ അറിഞ്ഞതും കേട്ടതുമെല്ലാം അല്ല സത്യങ്ങൾ. അച്ഛനും ഇപ്പോഴാ എല്ലാം മനസ്സിലായത്. പറഞ്ഞതും അയാൾ വിതുമ്പി. അച്ഛാ, അച്ഛൻ കരയുവാണോ? കരയല്ലേ അച്ഛാ, എനിക്കിപ്പോൾ അച്ഛനെ കാണാൻ തോന്നുക. ഞാൻ അങ്ങോട്ട് വരട്ടെ അച്ഛാ? നമ്മൾ രണ്ടാളും മതി അച്ഛാ, വേറെ ആരും വേണ്ട. അവൾ പൊട്ടിക്കരഞ്ഞു. മോളെ, കരയല്ലേ. നീ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ എൻ്റെ കുട്ടി അച്ഛൻ സമാധാനത്തോടെ ഇരിക്കുന്നത്? അച്ഛൻ നാളെ രാവിലെ തന്നെ അങ്ങ് വരാം. മോൾക്ക് അനന്തനോട് വെറുപ്പില്ലെന്ന് അച്ഛൻ വിശ്വസിക്കുക. കണ്ണനേക്കാളും എൻ്റെ മോൾക്ക് യോഗ്യൻ അനന്തൻ തന്നെയാ. അച്ഛാ, അച്ഛൻ എങ്ങനെയാ ഇവിടുത്തെ അമ്മയെ അറിയുന്നേ? അവൾ ചോദിച്ചു. അച്ഛനെല്ലാം മോളോട് പറയാം. അച്ഛൻ നാളെ വരട്ടെ. പെട്ടെന്ന് ആ വീടും അവിടെയുള്ളവരുമായി പൊരുത്തപ്പെടാൻ എൻ്റെ കുട്ടിക്ക് പറ്റില്ലായിരിക്കും. മോള് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. അച്ഛൻ ഫുഡൊക്കെ കഴിക്കണേ. വിഷമിച്ചിരിക്കല്ലേ? ഇല്ല കുട്ടാ, അച്ഛൻ വെക്കുവാണേ. അവൾ മൂളി. ഫോൺ ടേബിളിൽ തന്നെ വെച്ചിട്ട് അവൾ പുറത്തേക്ക് ചെന്നു. ഹാളിൽ ആരെയും കാണാഞ്ഞിട്ട് അടുക്കളയിലേക്ക് അവൾ ചെന്നു. അമ്മ പാചകത്തിലാണ്. മുത്തശ്ശൻ അടുക്കളയിൽ ഇട്ടിരിക്കുന്ന ബെഞ്ചിലിരുന്ന് ചായ കുടിക്കുകയാണ്. ആദി ക്യാരറ്റ് കടിച്ചുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അമ്മയും മുത്തശ്ശനും അതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. വാതിലിൽ അനക്കം കേട്ടതും അവരങ്ങോട്ട് നോക്കി. വാ മോളെ, ഇവിടെ വന്നിരിക്കെ, മുത്തശ്ശൻ അവളെ വിളിച്ചു. അവൾ അയാൾക്കരികിലേക്കിരുന്നു. ദാ മോളെ ചായ. അമ്മ അവൾക്ക് ചായ കൊടുത്തു. അവൾ അത് വാങ്ങി ചുണ്ടോട് ചേർത്തു. മോൾക്ക് കഴിക്കാൻ എടുക്കട്ടെ? ഒന്നും കഴിച്ചില്ലല്ലോ. വേണ്ടമ്മേ, ചായ മതി, അവൾ പറഞ്ഞു. വാ ഏട്ടത്തി, ഏട്ടത്തിക്ക് ഇവിടെ കാട്ടിത്തരാം. പെണ്ണെ, ആ മോൾ അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഇപ്പോൾ ദുഃഖപുത്രിയായി ഇരിക്കണ്ട. ഏട്ടത്തി വാ. അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദ്യം മുറ്റത്തേക്കിറങ്ങി. ഏട്ടത്തി, ഏട്ടത്തിക്ക് ഇവിടെ ഇഷ്ടമായോ? എന്തോ വല്ലാത്തൊരു വൈബ്, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു. അതുപോലെ തന്നെയാ ഏട്ടത്തി ഇവിടെയുള്ള വല്യമ്മയുടെയും നന്ദൂട്ടൻ്റെയും മനസ്സ്. എൻ്റെ നന്ദൂട്ടൻ്റെ ലൈഫിൽ ഏട്ടത്തി വന്നത് ഏട്ടത്തിയുടെ ഭാഗ്യമാണ്. അത്രയും പാവമാണ് എൻ്റെ നന്ദൂട്ടൻ. ഏട്ടത്തിക്ക് എന്നെ അനിയത്തിയായി ഉൾക്കൊള്ളാൻ പറ്റുമോ പെട്ടെന്ന്? നീ എൻ്റെ അനിയത്തിക്കുട്ടി തന്നെയാ, അവളെ ചേർത്ത് പിടിച്ച് ഭദ്ര പറഞ്ഞു. ഏട്ടത്തി ഇനി ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് എല്ലാം ഏട്ടത്തി അറിയണം. ഞാനിവിടുത്തെ അമ്മയുടെ മോളല്ല. ഭദ്രയുടെ മുഖത്ത് ഒരു ഞെട്ടലുണ്ടായി. ഇവിടുത്തെ മുത്തച്ഛൻ്റെ കൊച്ചുമോളല്ല, എൻ്റെ നന്ദൂട്ടൻ്റെ അനിയത്തിയുമല്ല. പക്ഷേ കർമ്മം കൊണ്ട് ഞാൻ ഇവരുടെ എല്ലാമാണ്. മോളെ, നീ എന്താ പറയുന്നേ? ഭദ്ര അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്നെ റോഡരികിൽ നിന്ന് കിട്ടിയതാണ് എൻ്റെ നന്ദൂട്ടന്. ഞാനിവിടെ വന്നിട്ട് 8 വർഷമായി. റോഡിൽ ആഹാരത്തിന് വേണ്ടി യാചിച്ച ഒരു 7 വയസ്സുകാരി പെൺകുട്ടിയെ കുറേ പേര് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ നന്ദൂട്ടനാ എന്നെ രക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ എനിക്കെല്ലാം ഇവരാണ്. എൻ്റെ നന്ദൂട്ടനാണ് എനിക്കെല്ലാം. ഒരിക്കലും എന്നെ നന്ദൂട്ടനിൽ നിന്ന് അകറ്റില്ല ഏട്ടത്തി, അവൾ കരഞ്ഞുകൊണ്ട് ഭദ്രയുടെ കൈകൾ കൂട്ടിച്ചേർത്തു. അയ്യേ, വായാടിക്കുട്ടി കരയുവാണോ?
എനിക്കാകെ എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ മോളെ. ഇപ്പോൾ ദേ എനിക്കൊരു ചക്കര കുട്ടിയെയും കിട്ടി. അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി ഭദ്ര. മിഥുൻ്റെ കാറിന് മുന്നിൽ ഒരു പോലീസ് വണ്ടി വന്ന് നിന്നു. അതിൽ നിന്ന് ഡെന്നി ഇറങ്ങി, കൂടെ അനന്തനും. മിഥുൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. പോലീസ് വേഷത്തിലുള്ള ആളെ കണ്ടതും മിഥുനൊന്ന് അമ്പരന്നു. എന്താ സാറേ പ്രശ്നം? മിഥുൻ മുന്നോട്ട് വന്ന് ചോദിച്ചു. പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണോടാ. അനന്തൻ മുന്നോട്ട് വന്ന് മിഥുൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. മിഥുൻ തെറിച്ച് റോഡിലേക്ക് വീണു. അനന്ത, വേണ്ട. ഡെന്നി അവനെ തടഞ്ഞു. പ്ലീസ് ഡെന്നി, നീ ഇതിൽ ഇടപെടരുത്. അനന്തൻ ഡെന്നിയെ തടഞ്ഞു. എന്നിട്ട് മിഥുനെ വലിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ്റെ കവിളിലേക്ക് ആഞ്ഞടിച്ചു. അവൻ എതിർക്കാൻ നോക്കി. പക്ഷേ അനന്തൻ്റെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ മിഥുനായില്ല. അവൻ്റെ ചുണ്ടുപൊട്ടി ചോര ഒലിച്ചു. ഡാ അനന്ത, മതി. ഇനി അടിച്ചാൽ അവൻ ചത്തുപോകും. ഒന്നില്ലേലും അവൻ നിന്റെ. പറഞ്ഞു തീർക്കാൻ സമ്മതിക്കാതെ കൈകൊണ്ട് തടഞ്ഞു അനന്തൻ. മിഥുനെ വലിച്ച് കാറിലേക്കിട്ട് ഡോർ അടച്ചു. വണ്ടി എടുത്തോണ്ട് പോടാ. ഇനി നിന്റെ കണ്ണ് എൻ്റെ പെണ്ണിൻ്റെ മേൽ പതിഞ്ഞാൽ നീ പിന്നെ ജീവനോടെ ഉണ്ടാകില്ല. കാറിൽ കാലുയർത്തി ചവിട്ടിയിട്ട് വണ്ടിയിലേക്ക് കയറിയിരുന്ന് അവൻ വണ്ടി എടുത്തു. കുറച്ചു മാറി ഡെന്നിയുടെ വണ്ടി നിർത്തി. ഡാ, നിനക്ക് എന്താ പറ്റിയത്? അവൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് ഡെന്നി ചോദിച്ചു. ഒരു മകൻ്റെ അവകാശം ചോദിച്ചു വാങ്ങാനാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ലെക്ചറായി കയറിയത്. പകയാണ് അച്ഛനെന്ന് പറയുന്ന ആളോട്. എൻ്റെ അമ്മയെ ചതിച്ച മനുഷ്യനോട് ഒരു മകന് തോന്നുന്ന വികാരം. ജനിച്ചപ്പോൾ മുതൽ തന്തയില്ലാത്തവനെന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന വിഷമം. ഇതിനെല്ലാം കാരണക്കാരനായ അയാളോട് പകരം ചോദിക്കാനും മകനെന്ന അധികാരം വാങ്ങിയെടുക്കണമെന്നൊക്കെയായിരുന്നു മനസ്സിൽ. പക്ഷേ കോളേജിൽ വന്നപ്പോൾ മുതൽ എന്തിനും വഴക്കിടുന്നൊരു കാന്താരി മനസ്സിൽ കയറിപ്പറ്റി. എന്നും എൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് വാങ്ങി പോകുന്ന അവളോട് വാത്സല്യവും പ്രണയവും നിറഞ്ഞത് അറിയാൻ വൈകിപ്പോയി. അവൾക്ക് അവകാശി എൻ്റെ ചോര തന്നെയാണെന്നറിഞ്ഞപ്പോൾ മാറി നിന്നു. പക്ഷേ അവൻ തന്നെ അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ കൊല്ലും ഞാൻ. മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അനന്തൻ പറഞ്ഞു. ഡെന്നി അവൻ്റെ കയ്യിൽ പിടിച്ചു. അയാൾ മാധവൻ. അയാൾ ആട്ടിൻ തോലിട്ട ചെന്നായിയാണ്. ഭദ്രയുടെ അച്ഛനെ ചതിക്കുകയാ അയാൾ. സ്വന്തം മകളെ ഈ ലോകത്ത് നിന്ന് പറഞ്ഞുവിട്ട് ഭാര്യയെ വീൽചെയറിലാക്കിയത് അയാളാണ്, മാധവൻ. ഡെന്നി അവൻ്റെ തോളിൽ പിടിച്ചു. നന്ദ, എല്ലാം ഓർക്കുമ്പോൾ അയാളെ ചുട്ടിരിക്കാനുള്ള ദേഷ്യമാ വരുന്നത്. എന്തിനും പോന്ന ചെന്നായിയാണ് അയാൾ. അവൻ മുഷ്ടി ചുരുട്ടി കണ്ണുകൾ ഇറുക്കിയടച്ചു. പെട്ടെന്ന് അവൻ്റെ കൺമുന്നിൽ ഭദ്രയുടെ നനവാർന്ന കണ്ണുകൾ ഓടിയെത്തി. അവൻ കണ്ണുകൾ ചിമ്മി തുറന്നു. ഇല്ല, ഇനി എൻ്റെ പെണ്ണിൻ്റെ കണ്ണ് നിറയില്ല. നിറയാൻ സമ്മതിക്കില്ല ഈ അനന്തൻ. ആദിയോടൊപ്പം ആ മരത്തണലിൽ ഇരിക്കുമ്പോൾ ഭദ്രയ്ക്ക് അച്ഛനെ കാണാനും ആ മാറിൽ ചാഞ്ഞുറങ്ങാനും തോന്നി. അത്രമേൽ അവൾ തളർന്നിരുന്നു. ഏട്ടത്തി, ആദി വിളിച്ചു. അവൾ തലചിരിച്ച് ആദിയെ നോക്കി. ഏട്ടത്തിക്ക് വിശക്കുന്നില്ലേ? വാ, എന്തേലും കഴിക്കാം. ഇപ്പോൾ ഒന്നും വേണ്ട മോളെ. ഇവിടെ ഈ മരത്തിൻ്റെ തണലിൽ ഇരിക്കുമ്പോൾ മനസ്സിനൊരു തണുപ്പ്. ഏട്ടത്തി കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് വരാം. കുട്ടൻ പോയി കഴിച്ചോ? ഏട്ടത്തി എന്താ വിളിച്ചേ? കുട്ടെന്നോ? എന്തേ വിളിച്ചൂടെ? എൻ്റെ ആദിക്കുട്ടനല്ലേ നീയെ? ഏട്ടത്തി, ഉമ്മ. ആദി ഭദ്രയുടെ കവളിൽ ചുണ്ടുകൾ അമർത്തിയതും അനന്തൻ്റെ ബുള്ളറ്റ് മുറ്റത്തെത്തിയതും ഒരുമിച്ചായിരുന്നു. അവൻ്റെ കണ്ണുകൾ ഭദ്രയുടെ മുഖത്തേക്ക് നീണ്ടു. കണ്ണുകൾ തമ്മിലിടഞ്ഞപ്പോൾ അവൾ മിഴികൾ താഴ്ത്തി. എൻ്റെ കൃഷ്ണ, ഈ മനുഷ്യനെ കാണുമ്പോൾ എന്തേ എൻ്റെ ഹൃദയം ഇങ്ങനെ മിടിക്കുന്നത്? കണ്ണേട്ടനെ സ്നേഹിച്ചപ്പോൾ പോലും ഇങ്ങനെയില്ലായിരുന്നു. കണ്ണനെ പറ്റി ആലോചിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ജീവൻ തന്ന് സ്നേഹിച്ചതല്ലേ? എന്നിട്ടും എന്തിനാ എന്നോട് ഇങ്ങനെ ചതി ചെയ്തത്? എന്താ ഏട്ടത്തി, എന്തിനാ കരയണേ? ആദി ഭദ്രയെ ചുറ്റിപ്പിടിച്ചു. അനന്തൻ ഭദ്രയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഭദ്രയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. മുറിയിലേക്ക് വാ. ദേഷ്യത്തോടെ അവൻ അകത്തേക്ക് പോയി. ഏട്ടത്തി പോയിട്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാൻ വിമലമ്മോട് പറയാം. ആദി അടുക്കളയിലേക്ക് പോയി. ഭദ്രയൊന്ന് ശങ്കിച്ചു നിന്നു. അവളുടെ കഴുത്തിൽ കിടന്ന മഞ്ഞച്ചരടിൽ കോർത്ത താലി കയ്യിൽ ചേർത്ത് പിടിച്ചു. അവൾ അകത്തേക്ക് നടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു. അവൾ മുറിയിൽ ചെല്ലുമ്പോൾ അവൻ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവൾ അവന് പുറകിലായി നിന്നു. സാർ, അവൾ പതിയെ വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി. അവൻ്റെ സാമീപ്യം അവളുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്നതായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണിൽ നിന്നിറങ്ങുന്ന വെള്ളത്തുള്ളികൾ കഴുത്തിലൂടെ താഴെ ഇറങ്ങി അപ്രത്യക്ഷമാകുന്നത് അവൻ കണ്ടു. പെട്ടെന്ന് അവൻ നോട്ടം മാറ്റി.
അവളുടെ സാമീപ്യവും അവളിലെ കർപ്പൂരഗന്ധവും വിറയ്ക്കുന്ന ചുണ്ടുകളും അവനെ അവളിലേക്ക് അടുപ്പിക്കുന്നതായിരുന്നു. അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കി. അവൻ്റെ ശ്വാസം തട്ടിയതും അവൾ പിന്നിലേക്ക് മാറി. പെട്ടെന്ന് അവൻ അവളുടെ ഇരുതോളിലും അമർത്തി പിടിച്ചു. ഡേ കോപ്പേ, ഇനി നിന്റെ കണ്ണു നിറഞ്ഞാൽ പൊക്കിയെടുത്ത് റോഡിലേക്ക് എറിയാൻ ഞാൻ. അവളുടെ ഒരു കരച്ചിൽ. നിന്റെ തള്ള ആ ഡാഷ് മോള് ചത്തോ ഇങ്ങനെ കരയാനായിട്ട്? അവൾ മുഖം കൂർപ്പിച്ച് അവനെ നോക്കി. അവളുടെ കൂർപ്പിച്ച മുഖം കണ്ടവന് ചിരി വരുന്നുണ്ടായിരുന്നു. അത് പുറത്ത് കാണിക്കാതെ അവൻ ദേഷ്യത്തോടെ തന്നെ നിന്നു. ഇനി നിന്റെ കണ്ണെങ്ങാനും നിറഞ്ഞാൽ ബാക്കി പിന്നെയാ. ഞാൻ ഇയാടെ ആരും അല്ലല്ലോ, പിന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞ ഇയാൾക്കെന്താ? അവൾ പിറുപിറുത്തു. എന്തേലും പറഞ്ഞോ നീയെ? എന്തേലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയണം. ഇങ്ങനെ പിറുപിറുക്കുന്നത് പഠിച്ച കള്ളികളാ. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു. അതെ, ഞാൻ കള്ളിയാ. സാറിന് നഷ്ടമൊന്നുമില്ലല്ലോ. വെട്ടിത്തിരിഞ്ഞവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതെ, നീ കള്ളിയാ. എൻ്റെ ഹൃദയം കട്ടെടുത്ത കള്ളിപ്പെണ്ണ്, എൻ്റെ മാത്രം കള്ളിപ്പെണ്ണ്. അവൻ അവൻ്റെ നെഞ്ചിലേക്ക് കൈകൾ ചേർത്ത് പിടിച്ചു. ആഹാരം കഴിക്കുമ്പോഴൊന്നും അവൻ്റെ അടുത്തേക്ക് അവൾ വന്നില്ല. രാത്രിയിൽ അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിന്ന് അവളോട് വിമല മുറിയിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഒരു ഗ്ലാസ് പാലും അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ അതുമായി വാതിലിനരികിൽ നിന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ട് അകത്തേക്ക് കയറി. അവൻ ഫോണിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അകത്തേക്ക് കയറിയതും അവൻ ഫോൺ ടേബിളിൽ വെച്ചിട്ട് അവളെ നോക്കി. അവൾ വിറച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. ആദ്യരാത്രി ആഘോഷിക്കാൻ വന്നതാണോ നീയെ? അവൻ രൂക്ഷമായി ചോദിച്ചു. അവളുടെ ഒരു പാലും നാണം വന്ന നിൽപ്പും. എന്താടി നിനക്ക്? ഓ, ആദ്യരാത്രി ആഘോഷിക്കാൻ പറ്റിയ ആളെ. അവൾ കയ്യിലെ പാല് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തിട്ട് പുതപ്പ് വലിച്ചെടുത്ത് കട്ടിലിലേക്ക് കയറി കിടന്നു. ഡി, നീ താഴെ ഇറങ്ങി കിടക്കടി, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. സാറ് വേണമെങ്കിൽ താഴെ ഇറങ്ങി കിടന്നു. എനിക്ക് താഴെ കിടന്നാൽ ജലദോഷം വരും. അവൾ പുതപ്പെടുത്ത് തലയിലൂടെ മൂടി. കുറുമ്പി, അവൻ അവളുടെ കിടപ്പ് കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതുവരെ ചേർത്ത് വെച്ച ധൈര്യം അവൾക്കില്ലാതാകുന്നത് അവൾ കണ്ടു. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചവൾ വിതുമ്പലടക്കി. അവൻ അടുത്ത് കിടക്കുന്നത് അവൾ അറിഞ്ഞു. അച്ഛനെ കാണാനും അദ്ദേഹത്തിൻ്റെ മടിയിൽ കിടക്കാനും സങ്കടങ്ങളൊക്കെ ഒഴുക്കിക്കളയാനും അവൾ കൊതിച്ചു. അച്ഛാ, അവൾ വിതുമ്പി. പെട്ടെന്ന് അവളുടെ വയറിലേക്ക് അവൻ്റെ കൈകൾ വന്നു. അവളെ ചേർത്ത് പിടിച്ചു. അവളെ അവൻ്റെ നെഞ്ചിലേക്ക് അവൻ ചേർത്ത് പിടിച്ചു. അവൾക്കപ്പോൾ ആ ചേർത്ത് പിടിക്കൽ ആവശ്യമായിരുന്നു. അവൻ്റെ നെഞ്ചിലേക്ക് അവൾ തൻ്റെ സങ്കടങ്ങളൊക്കെ ഒഴുക്കിക്കളഞ്ഞു. പക്ഷേ വരാനിരിക്കുന്നത് ഇനിയും സങ്കടങ്ങളാണെന്നറിയാതെ അവൻ്റെ നെഞ്ചിലെ ചൂട് തട്ടിയവൾ മയക്കത്തിലേക്ക് വീണു.